ഹലോ, നിങ്ങളുടെ ഇത്തവണത്തെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വിഷു ഹോസ്റ്റലിലായിരുന്നേ. രാവിലെ തന്നെ മെസ്സിൽ ഞങ്ങൾക്ക് കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല, ഞങ്ങൾക്ക് കൈനീട്ടം നിന്ന് വിഷ്ണു ചേട്ടൻ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് സദ്യയായിരുന്നു. ഞങ്ങളുടെ ചേച്ചിമാരെല്ലാവരും ഞങ്ങൾക്ക് സദ്യ വിളമ്പി തന്നു. ഇത്തവണത്തെ വിഷു വീട്ടിൽ കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ മാറിക്കിട്ടി. പുണ്ണു ചേച്ചി, ഐഷു ചേച്ചി, നന്ദു ചേച്ചി, ആദി ചേച്ചി, അച്ചു ചേച്ചി, സോജ ചേച്ചി ഇവരെല്ലാവരും ആയിരുന്നു ഇന്നലെ വിളമ്പാൻ നിന്ന്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മെസ്സ് ഫില്ലായിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ടാം പന്തിയിലായിരുന്നു കഴിക്കാനിരുന്നത്. വിഷ്ണു ചേട്ടനോടും നിതീഷ് ചേട്ടനോടും ഒത്തിരി നന്ദിയുണ്ട്. കൂടെ അല്ലാതെ നമ്മുടെ ചേച്ചിമാരോടും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ വിഷു ഇത്രയും നന്നാവുമെന്ന്, വീട്ടിൽ കൂടാൻ പറ്റാത്തതിൻ്റെ. പിന്നെ ഞാൻ, ആമി, അച്ചു, അലീന, കെ പിയും കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ കഴിക്കാനിരുന്നേ. ചിലവരൊക്കെ സാരി എടുത്ത് വന്നിരുന്നു. അതൊക്കെ കണ്ടപ്പോഴോ വീട്ടിൽ വിഷുക്കോഴി എടുത്ത് ഒരുങ്ങിയിരിക്കുന്നതൊക്കെ ഓർമ്മ വന്നു. എന്ത് രസമല്ല വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. സദ്യയും പായസവും ഒക്കെ കഴിച്ച് ഞാനും കെ പിയും അച്ചു, ആമിയും അലീനയും എല്ലാവരും തിരിച്ചു പോയി.